ഹൈന്ദവർ രാമായണ പുണ്യമാസമായി ആചരിക്കുന്ന കർക്കിടക മാസത്തിൽ സർവദോഷ നിവാരണത്തിനായി രാമായണ പാരായണം, രാമായണ ശ്രവണം എന്നിവയോടൊപ്പം ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ക്ഷേത്രങ്ങൾ ദർശിക്കുക എന്നതും വളരെ വിശേഷപ്പെട്ട ഒന്നാണ്. ഈ 4 ക്ഷേത്രങ്ങൾ ഒരേ ദിവസം തന്നെ ദർശിക്കുന്നതിനാണ് നാലമ്പല ദർശനം എന്ന് പറയുന്നത്. തൃശ്ശൂർ ജില്ലയിലും കോട്ടയം ജില്ലയിലുമെല്ലാം നാലമ്പല ദർശനമുണ്ടെങ്കിലും പാലക്കാട് ജില്ലയിലെ നാലമ്പല ദർശനത്തെക്കുറിച്ച് അധികമാരും കേട്ട് കാണില്ല. തൃശ്ശൂർ ജില്ലയുടെ വടക്ക് കിഴക്ക് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന തിരുവല്ലുവാമലയിൽ തുടങ്ങി ഏകദേശം 20 കിലോമീറ്റർ ചുറ്റളവിൽ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പുൽപ്പുരമന്തം ഭരതക്ഷേത്രം, കൽക്കുളം ശത്രുഘ്ന ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പകുതി ദിവസം കൊണ്ട് നാലമ്പല ദർശനം നടത്താനാകുന്ന ഒരു നാലമ്പല പാതയാണ് ഞങ്ങളിവിടെ പരിചയപ്പെടുത്തുന്നത്. പാലക്കാട് ജില്ലയിലെ നാലമ്പല ദർശനത്തിൽ നമ്മൾ ആദ്യമായി പരിചയപ്പെടുന്നത് തിരുവല്ലുവാമല വില്വാദ്രിനാഥ ക്ഷേത്രമാണ്. നമസ്കാരം. വള്ളുവനാടിൻ്റെ ഗ്രാമ സൗന്ദര്യം മുഴുവൻ ആവാഹിച്ചുകൊണ്ട് പച്ച വിരിച്ച പാടങ്ങളും പുഴയും മലകളുമെല്ലാമുള്ള വില്വാദ്രിനാഥൻ കുടികൊള്ളുന്ന വില്ലുമല, തിരുവില്ലുവാമല, ആ മണ്ണിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. മാത്രമല്ല, പ്രശസ്ത എഴുത്തുകാരൻ VKNൻ്റെ നാട്, പഞ്ചവാദ്യത്തിൻ്റെ പരിഷ്കർത്താവായ മദ്ദള വിദ്വാൻ ശ്രീ തിരുവല്ലുവാമല വെങ്കിച്ച സ്വാമിയുടെ നാട്, കവി P. കുഞ്ഞിരാമൻ നായരുടെ പ്രവർത്തന മണ്ഡലവും ഈ തിരുവല്ലുവാമല തന്നെയായിരുന്നു. വില്ലുമലയുടെ പടിഞ്ഞാറേ അറ്റത്ത് പാറക്കെട്ടുകൾക്ക് മുകളിൽ ഇരട്ട ശ്രീകോവിലോടെയുള്ള ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ കിഴക്ക് ദർശനമായി ലക്ഷ്മണനും പടിഞ്ഞാറ് ദർശനമായി ശ്രീരാമസ്വാമിയും കുടികൊള്ളുന്നു. ഇതിൽ കിഴക്ക് ദർശനമായി ചതുർബാഹുവായ ഭൂലോകനാഥൻ്റെ വിഗ്രഹമാണ് ലക്ഷ്മണ സങ്കല്പത്തിൽ ആരാധിച്ചു പോരുന്നത്. പടിഞ്ഞാറ് ദർശനമായുള്ള സ്വയംഭൂവായ വിഗ്രഹമാണ് ശ്രീ വില്വാദ്രിനാഥനായ ശ്രീരാമസ്വാമിയുടേത്. നാലമ്പലത്തിനുള്ളിൽ കിഴക്ക് ദർശനമായി ഗണപതിയുടെ പ്രതിഷ്ഠയും പുറത്ത് കിഴക്ക് ഭാഗത്ത് ക്ഷേത്രം കാവൽക്കാരനായി ശ്രീരാമദാസനായ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട്. ക്ഷേത്രത്തിൻ്റെ തെക്കു ഭാഗത്ത് കാണുന്ന പടിക്കെട്ടുകൾ ഇറങ്ങിച്ചെന്നാൽ കുണ്ടിലയ്യപ്പൻ എന്ന പേരിൽ ശിവപാർവതി സമേതനായ ശാസ്താവിൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിൻ്റെ തെക്കു കിഴക്ക് മൂലയിൽ ഗുരുവായൂരപ്പൻ ആൽ എന്ന ഒരു ആൽമരം സ്ഥിതി ചെയ്യുന്നു. ഇവിടെ നിന്ന് പടിഞ്ഞാട്ട് തിരിഞ്ഞ് ശ്രീ ഗുരുവായൂരപ്പനെ ആരാധിക്കാവുന്നതാണ്. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന പടിക്കെട്ടുകൾക്ക് വലതുഭാഗത്ത് സരസ്വതി കുണ്ട് സ്ഥിതി ചെയ്യുന്നു. ത്രേതായുഗത്തിൽ കശ്യപ മഹർഷിയുടെ ഒരു പുത്രൻ ഇവിടെ ഇരുന്ന് തപസ് ചെയ്തെന്നും തപസ് ചെയ്യുന്ന കാലയളവിൽ ആമലക ഫലം, അതായത് നെല്ലിക്ക മാത്രമാണ് ഭക്ഷിച്ചിരുന്നതെന്നും ആയതിനാൽ ആമലക മഹർഷി എന്നാണ് അറിയപ്പെട്ടിരുന്നതെന്നുമാണ് വിശ്വാസം. ആ മഹർഷിക്ക് ഇവിടെ വെച്ച് തന്നെ വിഷ്ണു ദർശനം ലഭിച്ചു എന്നും പറയപ്പെടുന്നു. തിരുവില്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രം തൃശ്ശൂർ ജില്ലയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായി പാലക്കാട് ജില്ലയോട് ചേർന്ന് നിള തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ്. തുല്യ പ്രാധാന്യമുള്ളതായ ഇരട്ട ശ്രീകോവിലുകളോടുകൂടിയ ഒരു ക്ഷേത്രമാണ് വില്വാദ്രിനാഥ ക്ഷേത്രം. കിഴക്കേ ശ്രീകോവിലിൽ കിഴക്കോട്ടഭിമുഖമായി ശ്രീ പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ചതുർബാഹുവായ വിഗ്രഹവും പടിഞ്ഞാട്ട് ദർശനമായി സ്വയംഭൂവായ ഭഗവാന്റെ വിഗ്രഹവുമാണ് ഈ ഇരട്ട ശ്രീകോവിലുകളിൽ ഉള്ളത്. കിഴക്കോട്ട് അഭിമുഖമായിട്ടുള്ള ശ്രീകോവിലുള്ള ചതുർബാഹുവായ വിഗ്രഹത്തെ ലക്ഷ്മണ സങ്കല്പത്തിലും പടിഞ്ഞാട്ട് ദർശനമായിട്ടുള്ള സ്വയംഭൂവായ വിഗ്രഹത്തെ ശ്രീരാമ സങ്കല്പത്തിലും ഭക്തർ ആരാധിച്ചു വരുന്നു. ക്ഷേത്രത്തിന് ഏകദേശം 2.25 കിലോമീറ്ററോളം കിഴക്ക് മാറി വില്ലുവാമലയും കടന്ന്
ഭൂതമലയുടെ അതിർത്തിയിലാണ് പ്രസിദ്ധമായ പുനർജനി ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൽ ഉപദേവ പ്രതിഷ്ഠകളായി മഹാഗണപതിയുടെയും ആഞ്ജനേയ സ്വാമിയുടെയും അതുപോലെ തന്നെ കുണ്ടിൽ അയ്യപ്പൻ എന്ന പേരിലറിയപ്പെടുന്ന ശിവ പാർവതി സമേതനായ ശാസ്താവിനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ശ്രീ വില്വാദ്രിനാഥൻ്റെ ഈ സന്നിധി ലക്ഷക്കണക്കിന് ഭക്തർക്ക് ആശ്രയിക്കുന്നവർക്ക് ആശ്വാസമേകിക്കൊണ്ട് അവർക്ക് ഭക്തിപൂർവമായി ആരാധിച്ചുകൊണ്ട് ഈ ക്ഷേത്രം ധാരാളം ഭക്തജനങ്ങൾക്ക് അനുഗ്രഹമേകി മുന്നോട്ട് പോയിട്ടുണ്ട്. കന്നിമാസത്തിലെ 30 വ്യാഴാഴ്ച നടക്കുന്ന നിറമാലയും കുംഭമാസത്തിൽ നടക്കുന്ന ഏകാദശിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ. തിരുവില്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തെ സംബന്ധിച്ച് ചരിത്ര പ്രസിദ്ധമായ പുനർജനി ഗുഹ ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തായി ഏകദേശം 2.25 കിലോമീറ്റർ ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത്. പരശുരാമനാൽ നിഗ്രഹിക്കപ്പെട്ട ക്ഷത്രിയ ആത്മാക്കൾക്ക് മുക്തി ലഭിക്കുന്നതിന് വേണ്ടി വിശ്വകർമാവിനാൽ പണി കഴിപ്പിക്കപ്പെട്ടതാണ് പുനർജനി ഗുഹ എന്നാണ് വിശ്വാസം. ഗുരുവായൂർ ഏകാദശി നാളിൽ മാത്രമാണ് ഭക്തജനങ്ങൾക്ക് പുനർജനി ഗുഹ നൂഴുന്നതിന് വേണ്ടി തുറന്നു കൊടുക്കുന്നത്. പുനർജനി ഗുഹ നൂഴുന്നതിലൂടെ ജന്മജന്മാന്തരങ്ങളായുള്ള നമ്മുടെ പാപങ്ങൾ ഇല്ലാതെയായി മോക്ഷമാർഗത്തിലേക്ക് അടുക്കുന്നു എന്നാണ് വിശ്വാസം. മറ്റെല്ലാ ദിവസവും പുനർജനി ഗുഹയിൽ പ്രേതാത്മാക്കളുടെ സാന്നിധ്യവും ഉണ്ടാകും എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗുരുവായൂർ ഏകാദശി നാളിൽ മാത്രം പുനർജനി ഗുഹ ഭക്തർക്കായി ഊഴുന്നതിനായി തുറന്നു കൊടുക്കുന്നത്. ശ്രീരാമ ലക്ഷ്മണ സങ്കല്പത്തിൽ ആരാധിച്ചു വരുന്ന ഇവിടുത്തെ ഭഗവത് ദർശനത്തിനായി രാമായണ മാസത്തിൽ ധാരാളം ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുണ്ട്. കർക്കിടക മാസം മുഴുവനും എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് പ്രസാദൂട്ടും നൽകി വരുന്നു. തിരുവില്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രവും ഏകദേശം 18 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന കുഴൽമന്നത്തിനടുത്തുള്ള പുൽപ്പുരമന്തം ഭരതക്ഷേത്രവും കൽക്കുളം ശത്രുഘ്ന ക്ഷേത്രവും ദർശിച്ചുകൊണ്ട് രാമായണ മാസത്തിൽ ഭക്തർ നാലമ്പല ദർശനം പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി പാലക്കാട് കേന്ദ്രീകരിച്ച് ഉള്ള ഒരു നാലമ്പല ദർശന പാത ക്രമീകരിച്ചതിൻ്റെ ഭാഗമായി ധാരാളം ഭക്തജനങ്ങൾ ഈ സൗകര്യം ഉപയോഗിച്ചു വരുന്നു. ശ്രീരാമ ലക്ഷ്മണ ഹനുമാൻ സാന്നിധ്യം കൊണ്ട് വിശിഷ്ടവും ചിരപുരാതനവും ചൈതന്യവത്തായതുമായ വില്വാദ്രിനാഥ സന്നിധിയിലേക്ക് എത്തുന്ന ഓരോ ഭക്തൻ്റെയും മനസ്സും മിഴികളും നിറയ്ക്കത്തക്ക ഒരു അനുഭൂതി തന്നെയാണ്
ഈ ക്ഷേത്രവും ഇവിടുത്തെ പ്രകൃതിയും ഒരുക്കി വച്ചിരിക്കുന്നത് എന്നതിൽ സംശയമില്ല. നാലമ്പല ദർശനത്തിലെ അടുത്ത ക്ഷേത്രമായ പുൽപ്പുരമന്തം ഭരതക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്ക് നന്ദി, നമസ്കാരം.